നാലാളും നാലാൾക്ക് ഇഷ്ടപ്പെട്ട കാര്യം പറയുമ്പോൾ ജിബിരിയിൽ ഇഷ്ടപ്പെട്ട മൂന്ന് കാര്യം എന്ന് പറഞ്ഞു. പിന്നെ പോയി എന്നാണ്ട് അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട 3 കാര്യം പറഞ്ഞു. അത് ഞാൻ പറഞ്ഞുതരാം. അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട കാര്യം 3 എണ്ണം. ഒന്ന്, തെറ്റ് ചെയ്ത ആളുകൾ തൗബ ചെയ്യുമ്പോൾ അത് പുറത്തു കൊടുക്കൽ. കേട്ടോളി, ദുനിയാവിൽ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 3 കാര്യം, ദോഷികളായ ആളുകൾ കുറ്റബോധത്തോടു കൂടെ പടച്ചോനെ എന്ന് വിളിക്കുമ്പോൾ അത് അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ദുനിയാവിൽ. രണ്ടാമത്തെ, തെറ്റ് ചെയ്ത ആളുകൾ തൗബ ചെയ്യണമെങ്കിൽ അവരെ പിടിച്ച് ശിക്ഷിക്കൽ. മൂന്നാമത്തെ, കുടുങ്ങിയ ആളുകളെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചെയ്യും. അപ്പൊ ഈമാന്റെ മധുരം കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഉണ്ട്. ഓർക്ക് അള്ളി റസൂലാണേക്കാളും സ്വന്തം ജീവനേക്കാളും ഏറ്റവും വലുത്. ഇങ്ങനത്തെ അവസ്ഥകളുണ്ട്. മുഅ്മിൻ എന്ന് പറഞ്ഞപ്പോൾ ആർക്കും കണ്ണിൻ്റെ വരെ കണ്ടുകൂടാത്തൊരു അവസ്ഥയാണ് ഇപ്പം ഉള്ളത്. ഇപ്പം ഉണ്ടായതാണ് അത് 2-3 കൊല്ലമായിട്ടുണ്ടായത്. മുസ്ലിമാണ് അവന് ജോലിയില്ല, അവനോട് റൂം എടുക്കാൻ പറ്റൂല. ഈ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു അങ്ങനെ. ആ സ്ഥാനത്തോടെ മുമ്പിന്റെ അവസ്ഥ എന്താ പറഞ്ഞത്? നിങ്ങൾ അത്തിപറ്റസ്ഥൊക്കെ മരിച്ചാൽ നിങ്ങൾ കേട്ടില്ലേ? ഹിന്ദുക്കളടക്കം ഭയങ്കര സങ്കടപ്പെടുകയും അതാണ് മുഅ്മിനീങ്ങളുടെ അവസ്ഥ. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഫലസ്തീനിൽ അല്ലെങ്കിൽ ആ ഗസയിലൊക്കെ മുഅ്മിനീങ്ങൾ ഇങ്ങനെ ഒരു വക്ത് പോലും അള്ളാഹിനോട് പറഞ്ഞില്ല പഠിച്ചവനായിട്ടുള്ള രക്ഷപ്പെടുത്തന്നെ. എന്ത് മുസ്ലിമാ എന്നാലോചിക്കുകയാണ്. നമുക്ക് എന്തെങ്കിലും പറ്റുകയാണോ അള്ളാഹിനോട് നല്ലതെന്ന് വരക്കൂലേ? ഏറ്റവും രക്ഷപ്പെടുത്തനെ പഠിച്ചവനെ ആത്മാർത്ഥമായിട്ട് ഒന്നും പറഞ്ഞില്ല. അത് ഞാനൊരു ഉദാഹരണം പറഞ്ഞത് വസാന്നുള്ളത്. മിനിക്കെന്താ നിങ്ങൾ ഓൻ അള്ളാഹിന് ഏറ്റവും വലുത്. ആ അള്ളാഹിന്റെ ആളുകളൊക്കെ അവൻ്റെ ആളുകളാണ്. നാളെ ഖബറിൽ ആരാണ് നിന്റെ സഹോദരി സഹോദരന്മാർ നോക്കുമ്പോൾ അൽ മുഅ്മിനൂന ഇഖ്വാനി വൽ മുഅ്മിനാത്തു, ലോകത്തുള്ള എല്ലാ മുഅ്മിനീങ്ങളും എൻ്റെ സഹോദരങ്ങളാണ്. എല്ലാ മുഅ്മിനീകൾക്കും വേണ്ടിയാണ് നമ്മൾ ദ്വാരക്കണത് അല്ലേ? നിസ്കാരത്തിലും ദ്വാരക്കണം, നിസ്കാരം കഴിഞ്ഞിട്ടും ദ്വാരക്കണം. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്തിൽ അഹ്യാഇ മിൻഹും വൽ, അത് ദ്വാരക്കല്ലേ ഖുതുബക്ക്. അല്ല ഞാൻ ഖുതുബ ശരിയാവില്ല. കാരണം ഖുതുബന്റെ 5 ഫർദിൽ 5-ാമത്തെ ഫർദ് രണ്ടാമൊരു ഖുതുബയിൽ ലോകത്തുള്ള മുഅ്മിനീങ്ങൾക്കൊക്കെ വേണ്ടി ദ്വാരക്കണം. കോട്ടക്കാർക്ക് വേണ്ടി ദ്വാരക്കാൻ പോരാ, ലോകത്തുള്ള എല്ലാ മുഅ്മിനീങ്ങൾക്കും വേണ്ടി ദുആ ചെയ്യണം. അങ്ങനെയുണ്ട്. എന്താണ് ഈമാൻ എന്ന് പറഞ്ഞാണ്? ഇവർക്ക് റസൂലുള്ളാഹി അങ്ങനെ പറഞ്ഞു, മുഅ്മിനീങ്ങൾ വല്ലാഹി ലാ യുഅ്മിനു എന്ന് 3 വട്ടം പറഞ്ഞു. അള്ളാഹ് സത്യം മുഅ്മിനല്ല, അവൻ മുഅ്മിനല്ല എന്ന് 3 വട്ടം. അപ്പൊ സ്വഹാബികൾ ചോദിച്ചു, ആരാ നബിയെ മുഅ്മിനല്ലാത്തതെന്ന്? അപ്പൊ നബി തങ്ങൾ പറഞ്ഞാണ്, അല്ലദീ ലാ യഅ്മനു ജാറുഹു ബവായികഹു, ഇവന്റെ ഉപദ്രവത്തെ തൊട്ട് അവന്റെ അയൽവാസികൾ സുരക്ഷിതരല്ല. നമുക്ക് ഈമാൻ ഉണ്ടോ അല്ലേ എന്നുള്ളത് നമ്മളെ അയൽവാസികളുടെ സാക്ഷ്യമാണ്. നമ്മൾ അയൽവാസികൾ പറയണം നല്ല മനുഷ്യനാണ്. അല്ല നമ്മൾ പള്ളിയിൽ അവിടെ മാത്രമൊന്നും മുഅ്മിനാവില്ല. എങ്ങനെയുണ്ട്? വേറെ ഹദീസിൽ അല്ലാഹു റസൂൽ ഇങ്ങനെ പറഞ്ഞു, അക്മലുൽ മുഅ്മിനീന ഈമാനൻ അഹ്സനുഹും ഖുലുഖ വഖിയാറുക്കും ഖിയാറുക്കും ലിനിസായിഹിം, ഏറ്റവും നല്ല മുഅ്മിനീങ്ങൾ ഏറ്റവും നല്ല സ്വഭാവമുള്ളവരാണ്. നിങ്ങളിലെ ഏറ്റവും നല്ല ഉത്കൃഷ്ടരായ ആളുകൾ സ്വന്തം ഭാര്യമാരോടും പെണ്ണുങ്ങളോടും ഏറ്റവും ഉത്കൃഷ്ടമായി പെരുമാറുന്നവരാണ്. നമ്മളെ ഭാര്യമാർ സാക്ഷ്യം വഹിക്കണം, നല്ല മനുഷ്യനാണ് എൻ്റെ പുതിയാപ്പിളാന്നുള്ളത്. എങ്ങനെയുണ്ട്? അങ്ങാടിയിലൊക്കെ എല്ലാവർക്കും നല്ല ഉഷാറാണ്, എന്തോ ഒരു നല്ല മനുഷ്യൻ. പെരീക്കാട് ചെന്നാൽ ആ ജാതി ആളുകളൊന്നും അതിൽപ്പെടൂല, നല്ല മുഅ്മിനല്ല. ഇവർക്ക് കഅബനെ നോക്കിയിട്ട് അല്ലാഹു റസൂൽ പറഞ്ഞു, മാ അത്യബക് മാ അക്രമക്, എന്താണ് നിന്റെ ബഹുമാനം? കഅബനോടെ മുഅ്മിൻ നിന്നെക്കാട്ടിലും മൂല്യമുള്ളവനാണ്. കഅബനെക്കാട്ടിലേ ഒരു മുഅ്മിൻ ഒരാൾ കൊന്നാൽ ഈ ദുനിയാവ് നോയിട്ട് നീങ്ങി പോകുമ്പോഴാണെന്നാണ് റസൂലുള്ളാഹി പറഞ്ഞത്. മുഅ്മിനെ ചീത്ത പറയൽ ഫുസൂക്കാണ് പറഞ്ഞു. മുഅ്മിനായിരിക്കുന്ന മനുഷ്യന്റെ ഗീബത്ത് പറഞ്ഞവർക്ക് നരകാണെന്ന് ഖുർആൻ പറഞ്ഞു. നിങ്ങൾ ഓതേണ്ട ഒരു ആയത്തിന്റെ ഏതാരോ, വൈലുല്ലി കുല്ലി ഹുമസത്തിൽ ലുമസ, നരകം ആർക്കുള്ളതാണ്? ഹുമസത്ത് ലുമസത്ത്, ജനങ്ങളെ ആക്ഷേപിച്ചും അധിക്ഷേപിച്ചും നാവുകൊണ്ടും ശരീരഭാഷ കൊണ്ടൊക്കെ മനുഷ്യന്മാരെ അങ്ങനത്തുള്ളതാണ് നരകം. മുഅ്മിനായിരിക്കുന്നൊരു മനുഷ്യനെ പരദൂഷണം പറയാ എന്ന് പറഞ്ഞാൽ അത് നരകത്തേക്കാണ്. ഒരു മുഅ്മിനെ കൊണ്ട് അങ്ങനെ പറയാൻ കഴിയൂല. ഒരു മുഅ്മിനക്ക് മറ്റൊരു മുഅ്മിനോട് ഭയങ്കര സ്നേഹമല്ലേ, ഇഷ്ടല്ലേ, പിന്നെ അങ്ങനെ കുറ്റം പറയണത്? കുറ്റം പറയില്ല, പറയാൻ അയക്കൂല, പറയില്ലേന്ന് പറയും. അങ്ങനെ പറഞ്ഞ കൂലി എന്താണെന്നറിയോ? റസൂൽ പറഞ്ഞ ഓൻ അല്ലാഹുവിന്റെ നരകത്തെ തൊട്ട് തടുക്കുന്ന. മുഅ്മിനായിരിക്കുന്ന മനുഷ്യന്റെ അഭിമാനം ഒരാൾ കാത്തു രക്ഷിച്ചാൽ എന്താ ഈപത്തിറുമ്പ് തടുത്തു, എന്നാൽ ഇവന്റെ തടി അല്ലാഹുവിന്റെ നരകത്തെ തൊട്ട് കാക്കുമെന്നാണ് ഈ തടുത്തോനെ